നമസ്കാരം. PSC ECEC സക്സസ്സിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഫേസ് 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 7 raised to x plus 2 is equal to 49 raised to 2x minus 3. ഇത് തന്നെയാണ് മലയാളത്തിലും ഉള്ളത്. അപ്പോൾ 7 raised to x plus 2 equal to 49 raised to 2x plus 3 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര? അപ്പോൾ 7 raised to x plus 2 is equal to 49 raised to 2x minus 3. അപ്പോൾ ഇവിടെ നമുക്ക് 49 എന്നുള്ള ഈക്വൽ ടുവിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന 49നെ നമുക്ക് 7ൻ്റെ പവറിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുകയുള്ളൂ. അപ്പോൾ 7 raised to x plus 2 ഇതാണ് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. ഇനി 49 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ raised to 2x minus 3 ഇങ്ങനെ കൊണ്ടുവരണം. ഇനി a raised to m the whole raised to n is equal to a raised to mn. ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ ഓർക്കുക. ഇതുപയോഗിച്ച് വേണം നമുക്ക് അടുത്തതിനെ സോൾവ് ചെയ്യാൻ. 7 raised to x plus 2 is equal to 7 raised to 2 into 2x minus 3. 7 raised to x plus 2 is equal to 7 raised to ഇനി ആദ്യം 2 into 2x 4x minus 2 into 3 6 ഇങ്ങനെ വരുന്നു. അപ്പോൾ ബേസ് രണ്ടും 7 ആയാൽ ഇനി പവർ രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4x മൈനസ് 6. ഇനി നമ്മൾ എക്സിനെ എല്ലാം ഒരു ഭാഗത്തേക്കും കോൺസ്റ്റൻറ്റ് വാല്യൂ എല്ലാം ഒരു ഭാഗത്തേക്കും. അപ്പോൾ 2 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 4x മൈനസ് 6. ഈ എക്സ് ഇപ്പുറത്തെ വശത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകുന്നു. അതുപോലെ ഇവിടുത്തെ മൈനസ് 6 ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ആകുന്നു. 8 ഈസ് ഈക്വൽ ടു 3x. ഇത് തന്നെയാണ് 3x ഈസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ രണ്ടും. അപ്പോൾ ഞാൻ ചിലർ ഈക്വൽ ടുവിൻ്റെ അപ്പുറവും ഇപ്പുറവും പോകുന്നതിൽ ഡൗട്ട് ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി. രണ്ടും സെയിം തന്നെയാണ്. ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്ത് 4x മൈനസ് x ഒരുമിച്ച് എഴുതാം, 2 ഇപ്പുറത്തേക്കും എഴുതാം. രണ്ടും സെയിം തന്നെ. അപ്പോൾ x ഈസ് ഈക്വൽ ടു 8/3. ആൻസർ 8/3 ആണ്. ഓപ്ഷൻ ബി 8/3. അടുത്ത ചോദ്യം, if the sum of two numbers is 8 and the product is 15, what is the sum of their reciprocals? രണ്ട് സംഖ്യകളുടെ തുകയും അവയുടെ ഗുണനഫലവും തന്നിട്ടുണ്ട്. തുക 8ഉം അവയുടെ ഗുണനഫലം 15ഉം. അപ്പോൾ മലയാളത്തിലെ ചോദ്യത്തിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ മലയാളത്തിലെ ആൻസേഴ്സ് മാർക്ക് ചെയ്തുകൊണ്ടാണ് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ മാത്രം ഇന്ന് വായിക്കുന്നത്. റെസിപ്രോക്കലിന് വ്യുൽക്രമം എന്നും പറയും. അപ്പോൾ സം ഓഫ് തുകയും ഗുണനഫലവും തന്നിട്ടുണ്ട്. സം ഓഫ് നമ്പേഴ്സ് എക്സും വൈയും ആണെന്ന് വിചാരിച്ചാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 8, എക്സ് വൈ ഈസ് ഈക്വൽ ടു 15. ഇനി നമുക്ക് വേണ്ടത് 1/x പ്ലസ് 1/y ആണ്. 1/x പ്ലസ് 1/y എന്ന് പറയുമ്പോൾ LCM എക്സ് വൈയും ന്യൂമറേറ്റർ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പം y പ്ലസ് എക്സ് എന്ന് വരും. അത് തന്നെയാണ് എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ. അപ്പോൾ ഇത് ഈക്വൽ ടു 8/15. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. 8/15 ആണ് ഉത്തരം. റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ കുഴപ്പമില്ല.
അപ്പോൾ ഇവിടെ ആൻസേഴ്സ് മാറ്റിയിട്ട് കാണിക്കാം. ചിലർ ക്വസ്റ്റ്യൻ ആൻസർ കാണാതെ തന്നെ സോൾവ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പം പ്രൊവിഷണൽ ആൻസർ കീ അപ്ലോഡ് ചെയ്തപ്പോൾ ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മലയാളത്തിലെ ആൻസേഴ്സ് മാറ്റി. അപ്പോൾ മലയാളം ചോദ്യം ഇങ്ങനെയാണ്. ഉത്തരം 8/15. അടുത്ത ചോദ്യം, ഇഫ് ദ റേഷ്യോ ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് 5:6 ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് 480, ദെൻ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ്. 2 പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6 ഉൽപ്പന്നം 480 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? 2 സംഖ്യകൾ, അവയുടെ റേഷ്യോ 5:6 തന്നിട്ടുള്ളപ്പോൾ സംഖ്യകൾ 5x, 6x എന്ന് വിചാരിക്കുക. ഇനി അവയുടെ പ്രോഡക്റ്റ്, അതായത് 5x × 6x = 480 ഇത് തന്നിട്ടുണ്ട്. അതായത് 30x² = 480. അപ്പോൾ x² = 480/30 = 16. അവിടെ നിന്നും x 4 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്പേഴ്സ് നമ്മൾ 5:6, 5x, 6x ആണ് നമ്പേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ 5 × 4, 6 × 4 ഇതായിരിക്കും നമ്പേഴ്സ്. 20, 24. നമ്മളോട് ബിഗസ്റ്റ് നമ്പർ, വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ 24, 24 ഉത്തരം. ഓപ്ഷൻ സി 24. അടുത്ത ചോദ്യം, if the sum of 4 consecutive odd numbers is 976, then the smallest odd number among the 4 is. തുടർച്ചയായ 4 ഒറ്റസംഖ്യകളുടെ ആകെത്തുക 976 ആണെങ്കിൽ ആ 4-ൽ ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ ഡാഷ് ആണ്. ഇതാണ് ചോദ്യം. അപ്പോൾ ആ സംഖ്യകൾ x, x+2 തുടർച്ചയായ ഒറ്റസംഖ്യകൾ. അപ്പോൾ ആദ്യത്തത് 1 ആണെങ്കിൽ അടുത്തത് 1 + 2 3, 3 + 2 5, അതായത് 1 + 2 3, 1 + 4 5, 1 + 6 ആ രീതിയിലാണല്ലോ പോകുന്നത്. ഒറ്റസംഖ്യയായാലും ഇരട്ടസംഖ്യയായാലും വ്യത്യാസം 2ആണ്. അപ്പോൾ 2 കൂട്ടുക, x+2, x+4, x+6 ഇതായിരിക്കും ആ ഒറ്റസംഖ്യകൾ, അടുത്തടുത്ത് വരുന്ന ഒറ്റസംഖ്യകൾ. അപ്പോൾ ഇവയുടെ തുക, അപ്പോൾ ഇവയെല്ലാം കൂടി കൂട്ടുമ്പോഴുള്ള ആ ഒരു തുക 976. 4x + 12 ഇതാണ് 976 തന്നിട്ടുള്ളത്. അപ്പോൾ 4x =ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും 976 എന്ന് 12 മൈനസ് ചെയ്യുക. +12 അപ്പുറത്തെ വശത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകുന്നു. =964. x = 241. x ആണല്ലോ ഏറ്റവും ചെറിയ സംഖ്യ. നമ്മൾ x+2, x+4 അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും ചെറുത് x ആണ്. അപ്പോൾ 241, 241 ആണ് ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഇഫ് എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12 days, എ ആൻഡ് സി ടുഗദർ ഇൻ 8 days ആൻഡ് ബി ആൻഡ് സി ടുഗദർ ഇൻ 6 days, then ബി എലോൺ ക്യാൻ ഡു ദ വർക്ക് ഇൻ. അപ്പോൾ ടൈം ആൻഡ് വർക്കിലെ ചോദ്യമാണ്. മലയാളത്തിലെ ചോദ്യം കൂടി വായിക്കാം. എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കാമെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും? അപ്പോൾ ഇവിടെ ടൈം ആൻഡ് വർക്ക്, നമ്മൾ മറ്റു ഫോർമുലകളൊന്നും പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ പോലും ടൈം ആൻഡ് വർക്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട. കാരണം എപ്പോഴും തന്നിട്ടുള്ളതിൽ നിന്നും ഒരു ദിവസത്തെ ജോലി, A + B's 1 days വർക്ക് എല്ലാം 1 daysലേക്ക് കൊണ്ടുവന്നിട്ട് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. 1 days വർക്ക് എന്ന് പറയുന്നത് 1/12 ആയിരിക്കും. മൊത്തം അവർ ഒരുമിച്ച് 12 ദിവസം എടുക്കുമെങ്കിൽ ഒരു ദിവസം 1/12 ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ A + C അവരുടെ ഒരുമിച്ച് 8 ദിവസം എടുക്കുമെങ്കിൽ അവരുടെ 1 days വർക്ക് എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. മുഴുവൻ ജോലി 8 ദിവസം വേണമെങ്കിൽ ഒരു ദിവസം 8ൽ ഒരു അംശമായിരിക്കും രണ്ടുപേരും കൂടെ ചേർന്ന് തീരുന്നത്. B + C's 1 days വർക്ക് 1/6. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഈ =ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എ 2 പ്രാവശ്യം എ ഉണ്ട്, 2 പ്രാവശ്യം ബി ഉണ്ട്, 2 പ്രാവശ്യം സി ഉണ്ട്. അപ്പം 2 times A + B's 1 days വർക്കാണ് നമുക്ക്
ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡും അതുപോലെ ആഡ് ചെയ്യുന്നു. 1/12 പ്ലസ് 1/8 പ്ലസ് 1/6. അപ്പോൾ ഈ സംഖ്യകൾ 12ഉം 8ഉം 6ഉം നമുക്കറിയാം 24 ഇവയുടെ ലസാഗുവായിട്ട് വരുന്നത്. 12 × 2 24, 8 × 3 6 × 4. അതിന് മുമ്പ് ഇവയ്ക്ക് വേറെ പൊതുഗുണിതങ്ങളൊന്നും ഇല്ല. 12, 8, 6. 12ൻ്റെ ഫാക്ടേഴ്സ് അല്ല, ഘടകങ്ങളല്ല 8ഉം 6ഉം. അപ്പോൾ അവയുടെ പൊതുഗുണിതം ഏതാണെന്ന് നോക്കിയാൽ 24 അപ്പം 1/12 × 24 2 പ്ലസ് 8 × 3 24. നമ്മൾ ലസാഗുവിൻ്റെ ഭാഗമായതുകൊണ്ടാണ് എളുപ്പം ചെയ്യുന്നത്. ഈക്വൽ ടു 9/24. അപ്പോൾ ഇത് 2 ടൈംസ് A + B + C 1 ഡേയ്സ് വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ A + B + C ഇവർ 3 പേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് 9/24ൻ്റെ പകുതി, അതായത് 9/48 ആയിരിക്കും ഇവർ 3 പേരും കൂടെ ചേർന്ന് ഒരു ദിവസം ചെയ്യുന്നത്. ഇനി അപ്പോൾ ഇവിടെ (1/A + 1/B + 1/C എടുത്താൽ അത് 9/48 ആയിരിക്കും. (1/B + 1/A + 1/C എന്ന് പറയുന്നത് 1/8 ആണ്. അത് എയും സിയും കൂടിയുള്ള ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് 1/8 ആണ്. അപ്പോൾ 1/B + 1/8 = 9/48. അപ്പോൾ 1/B എന്ന് പറയുന്നത് 9/48 - 1/8 = 48. ലസാഗുവായി വരുന്നു 9 - 6 = 3/48 = 1/16. അപ്പോൾ 1/B = 1/16. അതായത് ബിയുടെ 1 ഡേയ്സ് വർക്കാണ് 1/16 എന്ന് പറയുന്നത്. അപ്പോൾ B takes 16 days to complete the work. ബിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ 16 ദിവസം വേണം. അപ്പം ഇത്രയും സമയം വേണ്ട ഇത് സോൾവ് ചെയ്യാൻ. അത് ക്വസ്റ്റ്യൻ കാണുമ്പം തന്നെ 1/A + 1/B + 1/C എന്ന് ഡയറക്റ്റായിട്ട് എഴുതി ഇത് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കാം. എപ്പോഴും ഇത് ആഡ് ചെയ്യുമ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് 2 ടൈംസ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ പകുതി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. ഫോർമുല ചിലപ്പോൾ ഇതിൻ്റെ എല്ലാം പെട്ടെന്ന് മൈൻഡിൽ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ പോവുക. 9/48. ഇനി 9/48ൽ നിന്നും നമുക്ക് B വേണ്ടതുകൊണ്ട് A + C 1 ഡേയ്സ് വർക്കിൻ്റെത് സബ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് കിട്ടുന്നു 16 ഡേയ്സ്. ഓപ്ഷൻ ഡി 16 ഡേയ്സ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? 5, 6, 14, 45. അടുത്ത സംഖ്യ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 5 × 1 + 1 = 6. 6 × 2 + 2 = 14. 14 × 3 + 3 = 45. 45 × 4 + 4 = 184. ആൻസർ 184. 184. ഈ രീതിയിലാണ്. ഓപ്ഷൻ ബി 184, 184. അടുത്ത ചോദ്യം, ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ കാർ ഇൻ t seconds is given by d is equal to 4t² - 3. If the car started at 9 AM, what is the distance traveled by the car between 9:02 AM and 9:03 AM? 2 മിനിറ്റിന് ശേഷം അടുത്ത ഒരു മിനിറ്റിൽ എത്ര ട്രാവൽ ചെയ്തു എന്ന് കണ്ടുപിടിക്കാനാണ്. t സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം d = 4t² - 3 ആണ് നൽകുന്നത്. രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്താൽ 9:02 AM 9:03 AM ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം. ഇത് ജസ്റ്റ് ആ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി.
ഡയറക്റ്റാണ്. ഇക്വേഷൻ ഡി ഈസ് ഈക്വൽ ടു 4t² - 3. അപ്പോൾ ഇത് ഡിസ്റ്റൻസും ടൈമുമാണ്. അപ്പോൾ ആദ്യം 3 സെക്കൻഡ് 9:03 AM സഞ്ചരിച്ചത് അത് -9:02 AM എടുത്താൽ ആ 1 മിനിറ്റിൽ സഞ്ചരിച്ചത് കിട്ടും. അപ്പോൾ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 4 × 3² - 3. ഇവിടെ ജസ്റ്റ് ടൈമിൽ 3 സെക്കൻഡ് എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. 4 × 9 - 3 36 - 3 33 ആണ് 9:03 സഞ്ചരിച്ച ദൂരം. ഇനി 9:02 ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ 9:02 തൊട്ട് 9:03 വരെ ഉള്ളത് കിട്ടും. t = 2. അപ്പോൾ 4 × 2² - 3 = 16 - 3 13. അപ്പോൾ ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണാൻ 33 - 13 = 20. 20 9:02 9:03 ഇടയിൽ സഞ്ചരിച്ച ദൂരം. ആൻസർ 20. ജസ്റ്റ് ടിയുടെ ആ സെക്കൻഡ് എന്നുള്ളത് 3 മിനിറ്റ് ആകുമ്പോൾ 3 എന്ന വാല്യൂ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഇൻ t സെക്കൻഡ്സ്. അപ്പോൾ ആദ്യത്തെ 3 ഇവിടെ മിനിറ്റ്, ഇവിടെ യൂണിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ടൈമിൻ്റെ വാല്യൂ 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 2 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ ഡിഫറൻസ് കാണുന്നു. യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ 20 എന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ എന്തെങ്കിലും മാറ്റമോ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ചേഞ്ചോ വരുന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി, അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം, PQ is the diameter of a circle with center O. Draw tangent at P. Mark a point R on the circle and produce QR to meet the tangent at P at S. If angle PSQ = 48, then angle PQR = മലയാളത്തിലെ ചോദ്യവും PQ എന്നത് കേന്ദ്രം, O ഉള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. പിയിൽ ടാൻജൻറ്റ് വരയ്ക്കുക. വൃത്തത്തിൽ R ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എസിൽ P ടാൻജൻറ്റിനെ സംയോജിക്കുന്ന QR നിർമ്മിക്കുക. ആംഗിൾ PSQ = 48 ആണെങ്കിൽ ആംഗിൾ PQR. അപ്പോൾ ഇത് ഈ രീതിയിലൊന്ന് വരയ്ക്കാം. PQ അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ വ്യാസം PQ, സെൻറ്റർ O. ഇനി പിയിൽ നിന്നും ഒരു ടാൻജൻറ്റ് വരയ്ക്കും. ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇനി R എന്നൊരു പോയിൻ്റ് സർക്കിളിൽ മാർക്ക് ചെയ്യുന്നു. ക്യൂവിൽ നിന്നും ആറിലേക്ക് യോജിപ്പിച്ച് അവിടെ നിന്ന് വീണ്ടും ജോയിൻ ചെയ്ത് ഈ ടാൻജൻറ്റിൽ ടച്ച് ചെയ്യുന്നത് PSQ. അപ്പോൾ PSQ ഇത് 48 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ആംഗിൾ PQS, ആംഗിൾ PQR. ഓക്കെ, എന്തായാലും ഇത് ഈ ആംഗിൾ PQR. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ PQR = 180 മൈനസ്, അത് ഒരു ട്രയാങ്കിളുടെ ആംഗിൾസ് 180 ആയതുകൊണ്ട് 180 - 90 + 48 = 180 - 138 = 42 ഡിഗ്രി. ആൻസർ 42 ഡിഗ്രി. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, in a certain code language, discipline is written as CHRBHOKHMD. How is education written in that code? അത് ഡിസിപ്ലിൻ ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ എഡ്യൂക്കേഷന് വരുന്ന കോഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇത് എഴുതി നോക്കാം.
അപ്പോൾ ഡിസിപ്ലിൻ ഇങ്ങനെ CIPLINE. അതിൻ്റെ കോഡ് CHRBHOKHMD. ഇങ്ങനെയാണ് ഇതിനെ കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കോഡെങ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ളതിന് വരുന്ന കോഡ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും D- തൊട്ട് പുറകിലുള്ള ഒരു ആൽഫബറ്റാണ്, ഡിക്ക് മുമ്പുള്ളതാണ്. -1. ഐയുടെ തൊട്ട് ബാക്കിലാണ് എച്ച്, എസ്സിന് തൊട്ട് മുൻപേ ഉള്ള ആൽഫബറ്റ് R, സിക്ക് മുൻപേ B, ഐക്ക് മുമ്പ് വീണ്ടും എച്ച് റിപ്പീറ്റ് ചെയ്യുന്നു, പിക്ക് മുമ്പേ O, എല്ലിന് മുമ്പ് K, ഐക്ക് മുമ്പേ H, എന്നിന് മുമ്പേ M, ഇക്ക് മുമ്പേ D. അപ്പോൾ എല്ലാ ആൽഫബറ്റ്സും തൊട്ട് പുറകിലുള്ള ഒരു ആൽഫബറ്റാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് എൻഡ് വരെ നോക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഈ സ്പേസ് ഇട്ടിങ്ങനെ എഴുതുന്നു, അല്ലെങ്കിൽ ചിലപ്പം TION. ഇനി ഇക്ക് മുമ്പേ ഉള്ള D, ഡിക്ക് മുമ്പ് C, യുവിന് മുമ്പ് T, U, സിക്ക് മുമ്പ് B, എക്ക് ഇവിടെ വരുമ്പം Z ആണ് കൊടുക്കേണ്ടത്. എപ്പോഴും എക്ക് മുൻപേ ഇല്ലാത്തതുകൊണ്ട് Z കണ്ടിന്യൂവേഷനായിട്ട് അങ്ങനെ വരുന്നു. ടിക്ക് മുമ്പ് S, ഐക്ക് മുമ്പ് H, ഒയ്ക്കും ബാക്കിലുള്ള ആൽഫബറ്റ് N, എന്നിൻ്റെ പുറകെയുള്ള ആൽഫബറ്റ് M. അല്ല, ഈ കോഡ് കഴിഞ്ഞ് ഒന്ന് ഫ്രണ്ടിലോട്ടാണ് നമ്മുടെ വേർഡ്. അപ്പം ആൻസർ DCTBZSHNM. ZSHNM ഇതാണ് കോഡ്. DCTBZSHNM ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആബേൽ ഹാസ് എ ബ്രദർ ടോം. ടോം ഈസ് ദ സൺ ഓഫ് ഡെന്നിസ്. ഡാനി ഈസ് ഡെന്നിസ് ഫാദർ. ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് വാട്ട് ഈസ് ടോം ഓഫ് ഡാനി? മലയാളത്തിൽ, ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഡെന്നീസിൻ്റെ മകനാണ് ആബേൽ. ഡെന്നീസിൻ്റെ പിതാവാണ് ഡാനി. ബന്ധത്തിൻ്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കാം. ആബേലും ടോമും സഹോദരന്മാരാണ്, ബ്രദേഴ്സാണ്. അപ്പോൾ അവർ ഒരേ ലൈനിൽ തന്നെ വരുന്നു. ഇനി ആബേലിൻ്റെ ഫാദറാണ് ഡെന്നീസ്. അപ്പം മുകളിലേക്ക് ഡെന്നീസ് ഫാദറാണ്. ഡാനി ഡെന്നീസിൻ്റെയും ഫാദറാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഡാനി. അപ്പോൾ ഇതിൽ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ടോമും, ചോദ്യം ഇതാണ്, ടോമും ഡാനിയും, ഇതാണ് ചോദ്യം. ടോം ഡാനിയുടെ ആരാണ്? അപ്പോൾ ടോം ഈസ് ദ ഗ്രാൻഡ് സൺ. ഏറ്റവും ടോപ്പിലുള്ളതാണ് ഗ്രാൻഡ് ഫാദർ, ഫാദർ, ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന രീതിയിലാണ്. അപ്പോൾ ടോം ഈസ് ദ ഗ്രാൻഡ് സൺ ഓഫ് ഡാനി, ചെറുമകനാണ് ഓഫ് ഡാനി, ചെറുമകൻ. അതാണ് ഉത്തരം, ഗ്രാൻഡ് സൺ അഥവാ ചെറുമകൻ. അപ്പോൾ എപ്പോഴും ഓരോ ജനറേഷനിൽ വരുന്നവർ, ഇപ്പോൾ ആബേൽ ടോം ഒരു ജനറേഷൻ ഏറ്റവും താഴെ, അതിൻ്റെ തൊട്ട് മുകളിൽ ഡെന്നിസ് ഫാദർ, അതിലും ഫാദറായിട്ട് വരുന്നയാൾ ഏറ്റവും മുകളിൽ, അങ്ങനെ വരയ്ക്കുക. ഓപ്ഷൻ ബി ഗ്രാൻഡ് സൺ, അതാണ് ഉത്തരം. പേരക്കുട്ടി, അതാണ് ഉത്തരം. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.